BSNL ജീവനക്കാരും പെൻഷൻകാരും കരാർ തൊഴിലാളികളും ധർണ നടത്തി. വേതന പരിഷ്കരണം നടപ്പാക്കുക, പെൻഷൻ പരിഷ്കരിക്കുക, കരാർ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. ഓൾ ഇന്ത്യ BSNL DOT പെൻഷനേഴ്സ് അസോസിയേഷൻ, BSNL എംപ്ലോയീസ് യൂണിയൻ, BSNL കാർഷ്യൽ കോൺട്രാക്ട് വർക്കേഴ്സ് ഫെഡറേഷൻ എന്നിവയുടെ സംയുക്ത വേദിയായ കോർഡിനേഷൻ കമ്മിറ്റി രാജ്യവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭ സമരത്തിന്റെ ഭാഗമായാണ് ധർണ സംഘടിപ്പിച്ചത്. 2017 നടത്തേണ്ടിയിരുന്ന BSNL ജീവനക്കാരുടെ വേതന പരിഷ്കരണവും പെൻഷൻ പരിഷ്കരണവും നടത്തുക, കരാർ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. കൊല്ലം ജില്ലാ ജനറൽ മാനേജറുടെ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ CITU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് J. മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ അങ്ങനെ LIC കൊണ്ടുപോവുകയാണ്. LIC ഇതുപോലെ 5 കോടിയിൽ തുടങ്ങി കോടാനുകോടിയുടെ ലാഭത്തിൽ നിൽക്കുന്ന ഗ്രാമങ്ങൾ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന LIC ആണ് BSNLന് ശേഷം അടുത്തതിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് ജീവനക്കാരുണ്ടായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് അത് അങ്ങേയറ്റം സ്വീകാര്യത നേടിയ സ്ഥാപനങ്ങളെയാണ് ആദ്യം പൊളിച്ചടുക്കി കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്നത്. അതിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയായി നമ്മുടെ സ്ഥാപനം നിൽക്കുമ്പോൾ ഇപ്പോൾ അവർ ലക്ഷ്യം വയ്ക്കുന്നത്, ഇപ്പം പറഞ്ഞു സുമാരന പറഞ്ഞു, ഞങ്ങൾ പെൻഷൻ സംഘടന വലുതാണ്, കാരണം BRS കൊടുത്ത് എല്ലാവരെയും പെൻഷൻകാരാക്കിയല്ലോ. പിന്നെ നിലവിലിരിക്കുന്നവർ കുറവാണ്, എല്ലാവരെയും പെൻഷൻകാരാക്കി. അപ്പോൾ പെൻഷൻകാർക്ക് ഇത് കളഞ്ഞിട്ടിട്ട് പോകാനും പറ്റില്ല. അപ്പോൾ പെൻഷൻ സംഘടന വലിയ സംഘടനയായി. നിലവിലുള്ള പെൻഷൻ സർവീസ് എംപ്ലോയീസ് യൂണിയൻ അവർ ചെറുതുമായി, കാരണം നമ്പർ കുറച്ച് ഇപ്പോഴത്തെ പണി എന്താണെന്ന് വെച്ചാൽ ഓഫീസുകൾ കൂടി വിൽക്കുകയാണ്. നമ്മുടെ പട്ടത്തെ അവിടെ വഞ്ചിയൂരിൽ ഓഫീസ് വിറ്റു. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുന്ന് നമ്മളെ എപ്പം BSNLനെ ഇവിടുന്ന് മൊത്തത്തിൽ കുടിയിറക്കുമെന്ന ഭീഷണിയിലാണ് ഇപ്പോൾ നമ്മൾ. AIBDPA കൊല്ലം ജില്ലാ പ്രസിഡന്റ് K. മോഹനൻ പിള്ള അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K. സുകുമാരൻ നായർ സ്വാഗതം പറഞ്ഞു. N. ലതികാദേവി, MS. തുളസീധരൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.